നമസ്കാരം. കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തിന്റെ നട്ടെല്ലാണ് റേഷൻ കാർഡ്. സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് നിയന്ത്രിക്കുന്ന റേഷൻ വിതരണവും കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അഥവാ സപ്ലൈകോ നടത്തുന്ന ആനുകൂല്യ വിതരണവും സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്നു. 2026 ജൂണിലെ ഏറ്റവും പുതിയ സ്ഥിതിവിവരങ്ങൾ അനുസരിച്ച് റേഷൻ കാർഡ് സംവിധാനത്തിലും റേഷൻ സപ്ലൈയിലും സപ്ലൈകോ പ്രവർത്തനത്തിലും നിരവധി സാങ്കേതിക മുന്നേറ്റങ്ങളും നടപടിക്രമ മാറ്റങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ റേഷൻ കാർഡിന്റെ തരങ്ങളുടെ അർഹതയും ഇപോസ് മെഷീൻ വഴിയുള്ള റേഷൻ സപ്ലൈ വിതരണം, ഇക്വൈസി നടപടികൾ, പുതിയ കാർഡ് തിരുത്തൽ, ഡ്യൂപ്ലിക്കേറ്റ് നടപടികൾ, സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ വഴിയുള്ള സബ്സിഡി സാധന വിതരണം, ഓണക്കിറ്റ് വിഷുക്കിറ്റ് വിതരണ പദ്ധതി, സപ്ലൈകോയുടെ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റുകൾ എന്നിവ വിശദമായിട്ട് നൽകുന്നു. കേരളത്തിൽ നിലവിൽ 4 തരം റേഷൻ കാർഡുകളാണ് നിലവിലുള്ളത്. അന്ത്യോദയ അന്നയോജന കാർഡ് അഥവാ മഞ്ഞക്കാർഡ് ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങളാണുള്ളത്. ഈ കാർഡ് ഉടമകൾക്ക് 35 കിലോ അരി സൗജന്യമായിട്ട് ലഭിക്കുന്നു. കൂടാതെ പഞ്ചസാര, മണ്ണെണ്ണ എന്നിവയും സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നു. അടുത്തത് മുൻഗണന ഭാഗം കാർഡ് അഥവാ പിങ്ക് കാർഡ്. കുടുംബവാർഷിക വരുമാനം നിശ്ചിത പരിധിയിൽ താഴെയുള്ള കുടുംബങ്ങളാണുള്ളത്. ഈ കാർഡ് ഉടമകൾക്ക് അരി, ഗോതമ്പ്, പഞ്ചസാര എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നു. അടുത്തത് നോൺ പ്രയോറിറ്റി സബ്സിഡി കാർഡ് അഥവാ നീല കാർഡ്. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങളാണുള്ളത്. ഈ കാർഡ് ഉടമകൾക്ക് പരിമിതമായ സബ്സിഡി ലഭിക്കുന്നു. അടുത്തത് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി കാർഡ് അഥവാ വെള്ളക്കാർഡാണ്. ഈ കാർഡ് ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കാണുള്ളത്. ഈ കാർഡ് ഉടമകൾക്ക് സബ്സിഡി ഇല്ലാതെ മാർക്കറ്റ് നിരക്കിൽ സാധനങ്ങൾ വാങ്ങാം. റേഷൻ കാർഡിന്റെ തരം കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പ് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരമാണ് കാർഡ് അനുവദിക്കുന്നത്. റേഷൻ സപ്ലൈ വിതരണം ഇപ്പോൾ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. എല്ലാ റേഷൻ കടകളിലും ഇപോസ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട്. കാർഡ് ഉടമ റേഷൻ കടയിൽ എത്തുമ്പോൾ ഇപോസ് മെഷീൻ വഴി ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തും. വിരലടയാളം പതിയാത്തവർക്ക് ഐറിസ് സ്കാനിംഗ് വഴിയും വെരിഫിക്കേഷൻ നടത്താം. വെരിഫിക്കേഷന് ശേഷം മാത്രമേ അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ എന്നീ റേഷൻ കാർഡ് സാധനങ്ങൾ വിതരണം ചെയ്യുകയുള്ളൂ. ഈ സംവിധാനം വ്യാജ ഇടപാടുകളും അർഹതയില്ലാത്തവർക്ക് സാധനങ്ങൾ ലഭിക്കുന്നതും തടയുന്നു. ഇപോസ് മെഷീനിൽ കാർഡിന്റെ വിശദാംശങ്ങൾ, അർഹമായ സാധനങ്ങളുടെ അളവ്, നിരക്ക് എന്നിവ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധനങ്ങൾ വിതരണം ചെയ്ത ശേഷം മെഷീനിൽ നിന്ന് രസീത് ലഭിക്കും. ഈ രസീത് സൂക്ഷിക്കുന്നത് പിന്നീട് എന്തെങ്കിലും തർക്കമുണ്ടായാൽ തെളിവായി ഉപയോഗിക്കാം. റേഷൻ സപ്ലൈയിൽ സാധനങ്ങളുടെ കുറവുണ്ടാകാതിരിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് നിരന്തരം നിരീക്ഷണം നടത്തുന്നു. ഒരു റേഷൻ കടയിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ അടുത്തുള്ള വെയർഹൌസിൽ നിന്ന് ഉടൻ സപ്ലൈ എത്തിക്കുന്ന സംവിധാനം നിലവിലുണ്ട്. ഇക്വൈസി നടപടികൾ റേഷൻ കാർഡ് സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ മാറ്റമാണ്. സിവിൽ സപ്ലൈസ് വകുപ്പ് എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളുടെയും ഇക്വൈസി പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്വൈസി പൂർത്തിയാക്കാത്തവരുടെ സബ്സിഡി തടഞ്ഞു വയ്ക്കും. ഇക്വൈസി പൂർത്തിയാക്കുന്നതിന് ആധാർ കാർഡും റേഷൻ കാർഡും കയ്യിൽ കരുതി അടുത്തുള്ള അക്ഷയ സെന്ററിലോ റേഷൻ കടയിലോ ചെല്ലണം. അവിടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തി ഇക്വൈസി പൂർത്തിയാക്കും. ഇക്വൈസി പൂർത്തിയാക്കുന്നത് വ്യാജ കാർഡുകൾ ഒഴിവാക്കുന്നതിനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് മാത്രം റേഷൻ സപ്ലൈ ലഭിക്കുന്നതിന് ഉറപ്പാക്കുന്നതിനുമാണ്. വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ ചെന്ന് ഇക്വൈസി പൂർത്തിയാക്കാനുള്ള സൗകര്യവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ ലളിതമാക്കിയിട്ടുണ്ട്. അർഹതയുള്ള കുടുംബങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അക്ഷയ സെന്റർ വഴിയോ പുതിയ കാർഡിന് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ എന്നിവ സമർപ്പിക്കണം. അപേക്ഷ പരിശോധിച്ച് ഫീൽഡ് വെരിഫിക്കേഷന് ശേഷം മാത്രമേ പുതിയ കാർഡ് അനുവദിക്കുകയുള്ളൂ. നിലവിലുള്ള കാർഡിൽ അംഗങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഉള്ള അപേക്ഷയും ഓൺലൈനായി നൽകാം. വിവാഹം, ജനനം, മരണം എന്നിവ കാരണം കാർഡിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യങ്ങളിൽ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകണം. കാർഡിലെ പേരിന്റെ അക്ഷരത്തെറ്റ്, ജനനത്തീയതി, മേൽവിലാസം എന്നിവയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തൽ അപേക്ഷ നൽകാം. തിരുത്തൽ അപേക്ഷയോടൊപ്പം ശരിയായ വിവരം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം. കാർഡ് നഷ്ടപ്പെട്ടാലോ കേടായാലോ ഡ്യൂപ്ലിക്കേറ്റ് കാർഡിന് അപേക്ഷിക്കാം. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ രസീതും ആവശ്യമായ രേഖകളും സഹിതമാണ് ഡ്യൂപ്ലിക്കേറ്റ് കാർഡിന് അപേക്ഷിക്കേണ്ടത്. സപ്ലൈകോ വഴിയുള്ള ആനുകൂല്യ വിതരണം റേഷൻ സപ്ലൈയെ പൂർണ്ണമാക്കുന്ന മറ്റൊരു സംവിധാനമാണ്.
കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷന്റെ മാവേലി സ്റ്റോറുകൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ പലചരക്ക് സാധനങ്ങൾ ലഭിക്കുന്നു. പഞ്ചസാര, പരിപ്പ്, എണ്ണ, നെയ്, ചായപ്പൊടി, സോപ്പ്, ഡിറ്റർജന്റ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിൽ തുറന്ന വിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നു. സപ്ലൈകോയുടെ നേരിട്ടുള്ള സംഭരണ സംവിധാനമാണ് ഇതിന് കാരണം. ഇടനിലക്കാരില്ലാതെ ഉൽപാദകരിൽ നിന്നും നേരിട്ട് സാധനങ്ങൾ വാങ്ങി ഉപഭോക്താക്കൾക്ക് നൽകുന്നതിലൂടെ വില കുറയ്ക്കാൻ സപ്ലൈകോയ്ക്ക് കഴിയുന്നു. സപ്ലൈകോയുടെ ഏറ്റവും പുതിയ ന്യൂ അപ്ഡേറ്റുകളിൽ ഒന്നാണ് ഓണക്കിറ്റ്, വിഷുക്കിറ്റ് വിതരണ പദ്ധതി. ഓണം, വിഷു തുടങ്ങിയ ഉത്സവങ്ങളിൽ സപ്ലൈകോ പ്രത്യേക കിറ്റുകൾ വിതരണം ചെയ്യുന്നു. ഓണക്കിറ്റിൽ അരി, പരിപ്പ്, എണ്ണ, നെയ്, പഞ്ചസാര, ചായപ്പൊടി തുടങ്ങിയ സാധനങ്ങൾ ഉൾപ്പെടുന്നു. വിഷുക്കിറ്റിലും സമാനമായ സാധനങ്ങൾ ലഭ്യമാകുന്നു. ഈ കിറ്റുകൾ റേഷൻ കാർഡ് കാണിച്ച് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാം. കിറ്റുകളുടെ വിലയും ഉള്ളടക്കവും സർക്കാർ മുൻകൂട്ടി പ്രഖ്യാപിക്കും. 2026 ഓണക്കിറ്റ് വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സപ്ലൈകോ പൂർത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. മാവേലി സ്റ്റോറുകളിൽ ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിക്കുന്നതിനും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും സപ്ലൈകോ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സപ്ലൈകോയുടെ മറ്റൊരു പുതിയ അപ്ഡേറ്റ് സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വരുത്തിയ ക്രമീകരണമാണ്. അരി, പരിപ്പ്, എണ്ണ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ തുറന്ന വിപണിയിലെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി നിരക്ക് നിലനിർത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ സാധാരണക്കാർക്ക് വിലക്കയറ്റത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയും. സപ്ലൈകോയുടെ ഓൺലൈൻ ഡെലിവറി സംവിധാനവും വിപുലീകരിച്ചിട്ടുണ്ട്. സപ്ലൈകോയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി സാധനങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കുന്ന സേവനം ഇപ്പോൾ കൂടുതൽ ജില്ലകളിൽ ലഭ്യമാണ്. ഓൺലൈൻ ഓർഡറുകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും സപ്ലൈകോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റേഷൻ കടകളിലും സപ്ലൈകോ സ്റ്റോറുകളിലും സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പും സപ്ലൈകോയും സംയുക്തമായി നിരീക്ഷണം നടത്തുന്നു. സാധനങ്ങൾ കുറവുണ്ടെങ്കിൽ ഉടൻ സ്റ്റോക്ക് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും പ്രവർത്തന സമയം, സാധനങ്ങളുടെ നിരക്ക്, ലഭ്യമായ സ്റ്റോക്ക് എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. റേഷൻ കടയിലോ മാവേലി സ്റ്റോറിലോ എന്തെങ്കിലും ക്രമക്കേട് കണ്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകാം. റേഷൻ കാർഡ് കൈവശമുള്ളവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റേഷൻ കാർഡ് സൂക്ഷ്മമായി സൂക്ഷിക്കുക. കാർഡ് നഷ്ടപ്പെട്ടാൽ ഉടൻ പോലീസിൽ പരാതി നൽകുക. ഇക്വൈസി കൃത്യസമയത്ത് പൂർത്തിയാക്കുക. അക്കൗണ്ട് വിവരങ്ങളിൽ മാറ്റം വന്നാൽ ഉടൻ റേഷൻ ഓഫീസിൽ അറിയിക്കുക. റേഷൻ കാർഡിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ രസീത് വാങ്ങി സൂക്ഷിക്കുക. സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴും ബില്ല് സൂക്ഷിക്കുക. റേഷൻ കാർഡിന്റെയോ സപ്ലൈകോ സേവനത്തിന്റെയോ ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ സിവിൽ സപ്ലൈസ് വകുപ്പിനെ അറിയിക്കുക. കേരളത്തിലെ റേഷൻ സപ്ലൈയും സപ്ലൈകോ സംവിധാനവും രാജ്യത്തെ ഏറ്റവും മികച്ച ഭക്ഷ്യ വിതരണ മാതൃകയിൽ ഒന്നാണ്. ഇപോസ് മെഷീൻ, ഇക്വൈസി, ഓൺലൈൻ അപേക്ഷ, മാവേലി സ്റ്റോറുകൾ, ഓണക്കിറ്റ് വിതരണം എന്നിവയിലൂടെ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കിയിട്ടുണ്ട്. റേഷൻ സപ്ലൈ സാധാരണക്കാരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. സപ്ലൈകോ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നു. ഈ രണ്ട് സംവിധാനങ്ങളും ചേർന്ന് കേരളത്തിൽ കുടുംബങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു. റേഷൻ കാർഡ്, റേഷൻ സപ്ലൈ, സപ്ലൈകോ എന്നിവ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിക്കുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.